ലേൺ ഇൻസിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളത്തെ പ്രയത്നവും കുറച്ചധികം നാളത്തെ ഒരു ആഗ്രഹവും ആയിരുന്നു ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കണം എന്നുള്ളത്. കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസം 27-ാം തീയതി പീച്ച് ഡാമിൽ വെച്ചിട്ട് വാട്ടർ ടഡിങ്ങിൽ 8 മണിക്കൂർ വെള്ളത്തിൽ നിൽക്കാനായിട്ട് ഇടയായി. അതായത് വാട്ടർ ടഡിങ് എന്ന് പറഞ്ഞാൽ നിലവെള്ളം ചവിട്ടുക, അല്ലെങ്കിൽ വെള്ളച്ചവിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അതിൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു 6:30-ക്ക് തുടങ്ങി ഒരു 2-2:30 വരെയോളം അങ്ങനെ നിൽക്കാനായിട്ട് ഇടയായി. അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ലൈവായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ വേൾഡ് റെക്കോർഡിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് നുള്ള അർഹനാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് കിട്ടും. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിന് ശേഷമാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുള്ളൂ എന്നുള്ളതാണ് മെയിലൊക്കെ അയച്ചതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായത്. അപ്പോൾ അവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രയത്നം ഉണ്ടായിരുന്നു. ഒരു 8 മണിക്കൂർ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം നമ്മളായിരുന്നു നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഒരുപക്ഷെ ഈ വീഡിയോ തന്നെ കാണുന്നവരുണ്ടായിരിക്കും. 8-ന് 10 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. ഞാനൊരു 8 മണിക്കൂർ 8 മിനിറ്റ് 8 സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. എങ്കിലും അറൗണ്ട് ഒരു 8 മണിക്കൂറോളം നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ റെക്കോർഡ് ആയിട്ടുള്ളത്. നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് അവർ നമുക്ക് അയച്ചു തന്നേക്കുന്ന ബോക്സ് എന്ന് പറയുന്നത്. D0156150 എന്നുള്ള ഒരു ട്രാക്കിംഗ് നമ്പറാണ്. നമുക്ക് കൊറിയർ ട്രാക്കിംഗ് നമ്പറാണ് നമുക്ക് അവിടെ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മുൻപ് ഇങ്ങനെ യൂട്യൂബിലും അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ അല്ലെങ്കിൽ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ റെക്കോർഡുകളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഈ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇത് കാണാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോക്സ് ആണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ബോക്സ് നല്ല ഭംഗിയുള്ള ബോക്സാണ്. ബാക്കൊക്കെ തുണിയാണ്. ഫ്രണ്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡെന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നല്ലൊരു എന്താ പറയേണ്ടത്, ഒരു ലോക്കൊക്കെ ഉണ്ട്. നമുക്ക് ഈ ലോക്ക് തുറക്കാം. മുകളിലേക്ക് പൊന്തിക്കുകയാണ് ലോക്ക്. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ തന്നെ ഇത് കാണാം. ഇനി ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, അടിപൊളിയാണ്. കുറച്ചധികം സാധനങ്ങളുണ്ട്. ഞാനിത് 1 by 1 ആയിട്ട് ഞാൻ എടുക്കാം. ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അവർ ഓൾറെഡി നമുക്ക് മെയിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് റെക്കോർഡിൻ്റെ ഉണ്ടാവുക. ഒരു പാനി ഉണ്ടാവും, ഒരു ID കാർഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്താണെന്നുള്ളത് ഇതൊരു കവറിൽ ഇതൊരു ബാഡ്ജാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡെന്ന് എഴുതിയിട്ട് ഉള്ളൊരു ബാഡ്ജാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് എഴുതിയിട്ട്
ഉള്ള ഒരു ബാഡ്ജാണ്. നമുക്കിത് ഷർട്ടിലും കോട്ടിലൊക്കെ പിൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് രസമുണ്ട്. റബ്ബർ അല്ല, ഞാനത് നേരത്തെ നോക്കിയത്. ഇത് വേറെ എന്തൊരു മെറ്റീരിയൽ, ഒരു വുഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഒരു പേനയാണ്. ഈ പേന ഭയങ്കര ഡെക്കറേഷനൊക്കെയാണ്. പേന നല്ല രസമായിട്ട് ഉണ്ട്. ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എഴുത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വണ്ണമുള്ള ഒരു പേനയാണ്. ഓക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്തത് ഒരു ID കാർഡാണ്. അതും പൊതിഞ്ഞിട്ട്, എല്ലാതും പൊതിഞ്ഞിട്ടാണ് അവർ തരുന്നത്. എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പേര് എഴുതിയിട്ടുണ്ട്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ 2024. പിന്നെ എൻ്റെ പേര്, പിന്നെ വാട്ടർ റീഡിങ് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ അവരുടെ മെഡല്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ മെഡലാണുള്ളത്. അത് ഇന്ത്യയുടെ ഒരു പതാകയുടെ ആ ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത്. എൻ്റെ അത്യാവശ്യം വലിപ്പമുണ്ട്, എൻ്റെ കൈപ്പത്തിയുടെ അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഇതാണ് മെഡല്. കാണാൻ ലുക്കാണ് മെഡല് കാണാനായിട്ട്. ഇപ്പം തൽക്കാലത്തേക്ക് കഴുത്തിൽ തന്നെ ഇടട്ടെ. ഇതൊക്കെ കാണിക്കാനുണ്ട്. പിന്നെ ഇതൊരു ബോർഡാണ്. അടുത്തതാണ് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തന്നെ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. 2024 അവർ പബ്ലിക് ഇറക്കിയിട്ടുള്ള ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് 2024. അപ്പോൾ ഇത്ര കാലം ഉണ്ടായിട്ടുള്ള റെക്കോർഡുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഉണ്ടാവില്ല. നമ്മുടെ ഉണ്ടാവണമെങ്കിൽ അടുത്ത വർഷം 2025 എഡിഷനിലായിരിക്കും നമ്മുടെ ഉണ്ടാവുക. എനിക്ക് തോന്നണത് ഇത് 24 സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ പുസ്തകമൊക്കെ ഇറക്കുന്നത്. അപ്പോൾ 24 വരെ ഉള്ള അല്ലെങ്കിൽ 23 വരെയുള്ള ആൾക്കാരുടെ ആയിരിക്കും 24 ഉണ്ടാവുക. ഇനി 24 ചെയ്തത് മുഴുവനും നെക്സ്റ്റ് ബുക്കിലായിരിക്കും, അതായത് 25 ബുക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഓരോരുത്തർ ഇത് വായിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, ഓരോരുത്തർ അച്ചീവ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ വരുമ്പോൾ നെക്സ്റ്റ് ഇയറിലായിരിക്കും നമ്മുടെ ഇതുപോലെ നമ്മുടെയൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ
ഒരു സ്റ്റിക്കറാണ്, കാർ സ്റ്റിക്കറാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ലോഗോ. പിന്നെ ഈ അടിയിൽ റെക്കോർഡ് ഹോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇത് 2 എണ്ണം ഉണ്ട്. ഇതിന് ശേഷമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വരുന്നത്. കണ്ടോ, ഇതിനകത്ത് കൃത്യമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ ട്രെഡിങ് വാട്ടർ ഫോർ ദ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ബൈ ആൻ ഇൻഡിവിജ്വൽ, പിന്നെ എൻ്റെ പേര്, ജനിച്ച വർഷം തൃശ്ശൂരിലാണ്, തൃശ്ശൂർ കേരള. പിന്നെ ഇവിടെയാണ് ഞാൻ ചെയ്തത്, പീച്ച് ഡാമിൽ, ടൈം, ചെയ്ത ദിവസം, ഇതൊക്കെ അടങ്ങുന്ന ഒരു അടിപൊളി സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് പോലെ ബാൻഡ് ചെയ്തിട്ട് നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് സൂക്ഷ്മമായിട്ട് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോവും. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഇത്രയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉള്ളത്. അപ്പോൾ സ്വിമ്മിങ്ങിൽ അല്ലെങ്കിൽ വാട്ടർ ട്രെഡിങ്ങിൽ ആണിപ്പോൾ ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കൂടി വരാനുണ്ട്. അത് ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ചെയ്യുന്നത്. അവസാനം മുതൽ പറയാം. ഒരു റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, ഫുള്ള് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അതിനുശേഷം വരുന്നത് ഒരു കാർ സ്റ്റിക്കറാണ് വരുന്നത്. അതിനുശേഷം ഒരു റെക്കോർഡ് ബുക്കാണ്. ഇതിനാണ് ഏറ്റവും കാനുള്ളത്. അത്യാവശ്യം നല്ല കാനുണ്ട് ഇതിന്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മൂടുന്നു. അതിനുശേഷമാണ് നമ്മുടെ മെഡലൊക്കെ നല്ല വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. സംഭവം കാണാൻ ഭയങ്കര അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. നല്ല കനമുള്ള ഒരു സാധനം തന്നെയാണ്. അടുത്തത് പിന്നെ ഇതിനകത്തുള്ളത് പേന, ഒരു ബാഡ്ജ്, ഒരു ID കാർഡ്. അപ്പോൾ ഇത് ഇത്ര സംഭവമാണുള്ളത്. പിന്നുള്ളത് നല്ല അടിപൊളി പെട്ടിയാണ്. പെട്ടെന്നൊന്നും നാശാവാത്ത രീതിയിലുള്ള ഒരു പെട്ടിയാണ്. ലോക്കൊക്കെ ഉള്ളത് അടിപൊളി പെട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലർക്ക് ഈ വീഡിയോ കാണുന്ന ചിലർക്ക് ഇത് ഉണ്ടായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരു ഇതുണ്ടാവും. ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വിമ്മിങ് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ തെളിയിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഏഷ്യയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സംഭവങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് ഈ റെക്കോർഡിന് നമ്മൾ അർഹനാണെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് എന്താ പറയേണ്ടത്, ഒരു മെയിൽ അയക്കുള്ളൂ. നിങ്ങൾ ആ റെക്കോർഡിന് എന്താ പറയുക അർഹനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരുന്നത്. നമുക്ക് ചെറിയ ഫീസൊക്കെ ഉണ്ട്. നമ്മൾ കൊറിയറൊക്കെ ചെയ്യണതിന് ചെറിയ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് വന്നത്. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് അധികം താമസിക്കാതെ തന്നെ ഇതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെയും ഒരു അൺബോക്സിങ്ങും കൂടി ഞാൻ ഇതിൽ നിങ്ങളുടെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനലിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും ആദ്യമൊക്കെ ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് കടന്നു വരാം. അതുവരേക്കും ബൈ.